ആശാനെ ആകെപ്പാടെ കത്തിക്കൊണ്ടിരിക്കുവോ. ആ കാശ്മീർ യുദ്ധത്തെക്കുറിച്ചൊന്നും ചോദിച്ചോളയല്ലേ. താനൊന്ന് ചുമ്മാതിരി. ഓ ദൈവമേ, എല്ലാം കത്തിക്കൊണ്ടിരിക്കുവാണല്ലോ. അല്ല, ആശാനും മാസ്കിലാണല്ലോ. വല്ലാത്ത ശ്വാസം മുട്ടല. എവിടെ നോക്കിയാലും തീയല്ലേ. കൊച്ചി, എടവണ്ണ, ബാംഗ്ലൂര്, ബന്ദിപ്പൂര് എന്ന് വേണ്ട എല്ലാ സ്ഥലങ്ങളും പുകഞ്ഞുകൊണ്ടിരിക്കുക. മാർച്ചല്ലേ ആശാനെ വരുന്നത്. ടാക്സ് വെട്ടിക്കണം, ഇൻഷുറൻസ് ഒപ്പിക്കണം. നമ്മുടെ വായുവിൽ മൊത്തം പുകയാ. കൊച്ചിയിലെ ചെരുപ്പ് ഗോഡൌൺ കത്തിത്തീരും മുമ്പാ ബ്രഹ്മപുരത്തെ മാലിന്യ പ്ലാന്റിന് തീ പിടിച്ചത്. ഇതിലേ അട്ടിമറി ഉണ്ടെന്നാ നമ്മുടെ മേയർ പറയുന്നത്. നാട്ടുകാർക്കും ഭൂമാഫിയക്കാർക്കും ഈ ബ്രഹ്മപുരം മാലിന്യ പ്ലാന്റ് അവിടെ നിന്ന് മാറ്റിയാൽ കൊള്ളാം എന്നുണ്ട്. സ്റ്റാർട്ടപ്പ് വില്ലേജിന്റെ തൊട്ടടുത്താണല്ലോ ഈ കാണുന്ന ഭൂമി. ഇതും കൂടി അങ്ങ് മാറിക്കഴിഞ്ഞാൽ ഈ പറയുന്ന ഭൂമിക്ക് നല്ല വില കിട്ടും. ഈ പ്ലാസ്റ്റിക് കത്തുന്നതായി കുഴപ്പം. ക്യാൻസർ പിടിക്കുമെന്നാണ് കേൾക്കുന്നത്. നമുക്ക് ഈ പ്ലാസ്റ്റിക് നിരോധിച്ചാലോ ചെയ്യാൻ? നല്ല കാര്യമായി. എടോ, ഈ പ്ലാസ്റ്റിക് എന്ന് പറയുന്നത് മഹത്തായിട്ടുള്ള ഒരു കണ്ടുപിടുത്തമാണ്. അതിൻ്റെ ഉപയോഗത്തിലുള്ള നിയന്ത്രണം നമ്മൾ സ്വയം അങ്ങ് ഏർപ്പെടുത്തിയാൽ മാത്രം മതി. എന്നാലും ഈ നഗരത്തിന്റെ കാര്യം ഓർക്കുമ്പോൾ പേടി തോന്നുകയാ. ആശാരെ, നഗരത്തിലെ മാലിന്യത്തെക്കുറിച്ച് ചിന്തിച്ച് വെറുതെ മനസ്സ് മലിനപ്പെടുത്തണ്ട. ഇവിടെ മാത്രമല്ല, എല്ലായിടത്തും ഈ പറഞ്ഞ പ്രശ്നങ്ങളുണ്ട്. ഡൽഹിയിൽ പുകവഞ്ച് എത്രയോ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. അവിടെ കാറുകൾക്ക് വരെ അവധി കൊടുത്തു. ഈ വാഹനങ്ങളുടെ പുകയാണ് പ്രധാനമായിട്ടും അന്തരീക്ഷ മലിനീകരണത്തിന് കാരണം. അങ്ങനെ മുംബൈ, ഡൽഹി, പാറ്റ്ന, പൂന തുടങ്ങിയ നഗരങ്ങളോടൊപ്പം കൊച്ചിയും എയർ ക്വാളിറ്റി കുറഞ്ഞ നഗരമായി മാറി. കൊച്ചി വളരുകയാണ്. കൊച്ചി കണ്ടവന് അച്ചി വേണ്ടതേ. പണ്ടൊരു ചൊല്ലുണ്ട്, ബോംബെ പട്ടണത്തോടൊപ്പം കൊച്ചിയെ നമ്മൾ എത്തിച്ചില്ലേ, അത് നമുക്കൊന്ന് ആഘോഷിക്കണ്ടേ. ശ്വാസം മുട്ടുന്നവരോടൊപ്പം ഞാനുമുണ്ട് എന്നറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഈ മാസ്ക് ധരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഇതൊരാഘോഷമാക്കി മാറ്റേണ്ട കാര്യമൊന്നും ഇപ്പോഴില്ല. എന്നാലും നമുക്ക് ശ്വാസം മുട്ടുണ്ടാക്കുന്ന കാര്യമുണ്ട് CM. ഒരു വോട്ടിന് വേണ്ടി പ്രധാനമന്ത്രി 12 കോടി ജനങ്ങൾക്ക് 6000 രൂപ വെച്ച് കൊടുത്തിരിക്കുന്നു. കിസാൻ സമ്മാന നിധിയെ. അപ്പോ ഒരു കൃഷിക്കാരന്റെ വോട്ടിന്റെ വിലയാണ് 6000 രൂപ. കാർഷിക ലോണിന്റെ പലിശ അടയ്ക്കാനെങ്കിലും തികയുവോ ആവോ? ആശാദേ, ഇറിഗേഷൻ അല്ലേ? കർഷകരെന്ന പേര് വരുത്തി പ്രധാനമന്ത്രിയുടെ സമ്മാനം അടിച്ചു മാറ്റാനുള്ള പരിപാടിയാ. കൊള്ളാം. ആർക്ക് വേണോടോ പ്രധാനമന്ത്രിയുടെ സമ്മാനം? ഇപ്പേ എവിടെ നോക്കിയാലും തീയാ. അപ്പൊ മുൻകരുതലായിട്ട് ഇതൊക്കെ ഒന്ന് നനച്ചിടാ. എപ്പോഴാ തീ പിടിക്കുന്ന അറിയില്ലല്ലോ. അത് കൊള്ളാം. ആശാനെ, കഴിഞ്ഞ 55 ദിവസത്തിനുള്ളിൽ നമ്മുടെ സംസ്ഥാനത്ത് 567 തീപിടുത്തങ്ങൾ ഉണ്ടായെന്ന നാസയുടെ ഉപഗ്രഹ റിപ്പോർട്ട് വന്നിരിക്കുന്നത്. എടോ, താനിത് വലിയ വാർത്തയൊന്നും ആക്കണ്ട. സർക്കാരേ 4 തീപിടുത്തോ അംഗീകരിച്ചിട്ടുള്ളൂ. ആശാനെ, ബ്രഹ്മപുരം മാലിന്യ പ്ലാന്റിലെ തീപിടുത്തവേ അട്ടിമറിയാണോ? അതൊന്നും എനിക്കറിയില്ല. ഈ തവണ 2ാമത്തെ പ്രാവശ്യം ആളുകൾ കൊച്ചിയിൽ നിന്ന് വീട് വിട്ടു പോകുന്നത്. താനിങ്ങനെ ബെല്ലും ബ്രേക്കില്ലാതെ ഒന്നും പറയല്ലേ. എങ്കിൽ ഞാനൊന്നും പറയുന്നില്ല. എന്തായാലും മഴ പ്രളയത്തിന് ശേഷമേ 2618 ലോഡ് മാലിന്യ ബ്രഹ്മപുരത്ത് മാലിന്യ പ്ലാന്റിൽ എത്തിയിരിക്കുന്നത്. അതവിടെ കുന്നുകൂടി കിടക്കുമല്ലേ. അത് കമ്പോസ്റ്റ് ആക്കി കർഷകർക്ക് വളമായിട്ട് കൊടുത്താൽ മതിയായിരുന്നു. എന്റെ ആശാന, എന്റെ സംശയം അതല്ല. നമ്മുടെ സംസ്ഥാനത്ത് 12 ലക്ഷം ആൾക്കാര് കിസാൻ സമ്മാനമായി പ്രധാനമന്ത്രിയുടെ 6000 രൂപ വെച്ച് വാങ്ങിക്കുന്നുണ്ട്. ഇവര് ശരിക്കും കർഷകരായിരുന്നെങ്കിലേ നമ്മൾ എന്തിനാ ആശാനെ തമിഴ്നാട്ടിൽ നിന്ന് വിഷം അടിച്ച പച്ചക്കറി വാങ്ങിച്ചു തിന്നുന്നത്? എടോ മണ്ട ശിരോമണി, ഈ മൈസൂർ പാക്കിലേ താൻ എവിടെയെങ്കിലും മൈസൂർ കണ്ടിട്ടുണ്ടോ? എന്തൊരു ചൂടാ, വീശിയിട്ടും കാറ്റിനു വരെ ചൂട്. സഹാവേ, ഞാനങ്ങോട്ട് വന്നോട്ടെ. എന്താണോ മുമ്പെങ്ങുമില്ലാത്തൊരു ശങ്ക? താൻ ഇവിടെ ഒന്ന് ഇരിക്കേ. അതെ, എല്ലായിടത്തും തീയും പുകയാണല്ലോ. പിന്നെ സഹാവ് പറഞ്ഞതിന്റെ പേരിലേ അങ്ങനെയാണെങ്കിൽ ഞാൻ നെഞ്ചു പിരിച്ചങ്ങോട്ട് ഒന്ന് ഇരുന്നോളാം. ആശാനെ, നമ്മുടെ പാർട്ടിയിൽ തീപിടുത്തമൊന്നുമില്ലല്ലോ അല്ലേ? അല്ല, നമ്മുടെ പാർട്ടിയിലെ എല്ലാവരും തീപ്പൊരി പ്രാസംഗകരല്ലേ? ഒരു തീയേ കത്തി തുടങ്ങിയിട്ടുണ്ട്. നമ്മുടെ പെരിയ കൊലക്കേസ് ഉണ്ടല്ലോ, അത് CBI അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ട് ഗാന്ധിമോഹന്റെ പാർട്ടിക്കാര് കോടതിയിൽ പോയിരിക്കുക. അതെ, ഈ പോകും പോകും എന്ന് പറഞ്ഞ് പറ്റിക്കരുത്, പോണം. പാർട്ടിയെ CBIക്ക് എതിരാ. ക്രൈംബ്രാഞ്ചിനെ ഏൽപ്പിച്ചാ പോരെ? അവരാകുമ്പോ നന്നായിട്ട് കൈകാര്യം ചെയ്തോളും. ആശാനെ, അവരാകുമ്പോ AKG സെന്ററിൽ റിപ്പോർട്ട് ചെയ്യും. നമ്മൾ പറയുന്നതൊക്കെ കറക്ഷൻ വരുത്തി കോടതിയിൽ സബ്മിറ്റ് ചെയ്യും. ഇല്ലെങ്കിലേ കേസ് അന്വേഷണ ഉദ്യോഗസ്ഥർ നിന്ന് കത്തും, അറിയാമല്ലോ. സഹാവേ, ഈ ഇരയുടെ വീട്ടുകാരെ കോടതി പോയാൽ CBI അന്വേഷണം വരുമോ?
എടോ ആ കേസൊക്കെ കോടതി പെട്ടെന്ന് സ്വീകരിക്കുമെടോ. നമ്മുടെ സർക്കാർ എതിർത്താലും കോടതി സ്വീകരിക്കും. അതെ, ഈ ലാവ്ലിൻ കേസേ 10ാം തവണയാ മാറ്റുന്നത്. ഇതിങ്ങനെ എത്ര നാൾ മാറ്റിക്കൊണ്ടിരിക്കും? എന്റെ ആശാനെ, ഇക്കാര്യത്തിൽ ഞാൻ ഇടപെട്ടു മടുത്തു. പക്ഷേ ഇപ്പോഴത്തെ പ്രധാന പ്രശ്നം അതൊന്നുമല്ല. കേരളത്തിൽ മൊത്തം തീപിടുത്തമാണല്ലോ. അതെ സഖാവേ, തീപിടിക്കുമെന്ന് പേടിച്ചേ എന്റെ പ്രസംഗത്തിന്റെ ചൂട് വരെ ഞാൻ കുറച്ചിരിക്കുക. അല്ല, ഈ തീപിടുത്തത്തിൽ സന്തോഷിക്കുന്നവരുമുണ്ടല്ലോ. അതാരാ? എന്റെ ആശാനെ, ഫയർഫോഴ്സുകാരി. തീപിടുത്തത്തിന് ശേഷം അവര് സർട്ടിഫിക്കറ്റ് കൊടുത്താലേ ഇൻഷുറൻസുകാര് കാശ് തരുള്ളൂ. അവർക്ക് കൈമടക്കിനുള്ള വകുപ്പായി. അതെ, ഫോഴ്സിലെ 90% നമ്മുടെ ആൾക്കാരാ. സർക്കാർ സർവീസിൽ മഹാഭൂരിപക്ഷവും നമ്മുടെ പാർട്ടിക്കാരാ. മറ്റേ പാർട്ടിക്കാർ പോലും നമ്മുടെ സർവീസിൽ കയറിയാൽ നമ്മുടെ യൂണിയനിൽ ചേരും. ദാ കളി. സഖാവേ, അതിന്റെ ഗുഡൻസ് എന്താ? അഴിമതിക്കും അനീതിക്കുമെതിരെ പ്രവർത്തിക്കുന്നതും അവകാശങ്ങൾക്കു വേണ്ടി ശബ്ദമുയർത്തുന്നതും നമ്മുടെ പാർട്ടിക്കാരാണല്ലോ. സീമേ, മന്ത്രിനെ കാണുമ്പോൾ നല്ല ആക്ടിങ് ആയിരിക്കണം. അതായത് മന്ത്രിക്ക് നമ്മുടെ വിഷമം കണ്ടിട്ട് ഒരു വിഷമം വന്നു, മനസ്സിലായോ? നോക്കി മാലിന്യത്തിന് തീയിട്ടതൊന്നുണ്ട്. നമ്മുടെ നാട്ടുകാരാന്നാ പറയുന്നത്. നീ വെറുതെ അത് നീ പറയാൻ നിൽക്കണ്ട. എങ്ങനെയോ തീ പിടിച്ചു, അത്രേ ഉള്ളൂ. ചേട്ടാ, എന്തോ? എനിക്കൊരു സംശയം. നിനക്ക് എപ്പോഴും സംശയമുള്ള തന്നെ. അതല്ല ചേട്ടാ, ചേട്ടൻ എത്ര പ്രാവശ്യം കല്യാണം കഴിച്ചിട്ടുണ്ട്? എത്ര പ്രാവശ്യം കല്യാണം കഴിച്ചെന്നാ നീ തന്നെ ചോദിക്കണോട്ടോ സീമേത്? എൻ്റെ മനസ്സിൽ അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടെങ്കിലും ഇനി നീ മാത്രം മതി എന്ന് പറഞ്ഞ് അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കണം മനുഷ്യൻ. അതല്ല ചേട്ടാ, നമ്മൾ തമ്മിൽ എത്ര പ്രാവശ്യം കല്യാണം കഴിച്ചിട്ടുണ്ടെന്ന്? നമ്മൾ തമ്മിൽ 3 പ്രാവശ്യം. ആദ്യം നമ്മൾ രണ്ടുപേരും കൂടി ഒളിച്ചോടി പോയിട്ട് ഒരു കല്യാണം നടത്തി. അത് കഴിഞ്ഞിട്ട് പാർട്ടി ഓഫീസിൽ ചെന്ന് ചുമന്ന മാലയൊക്കെ ഇട്ട് ഒരു ആദർശ കല്യാണം നടത്തി. മൂന്നാമത് നമ്മുടെ വീട്ടുകാരെല്ലാവരും കൂടി സംഭാവന പിരിക്കാൻ വേണ്ടിയിട്ട് ഒരെണ്ണം കൂടി നടത്തി. അങ്ങനെ മൊത്തം 3 കല്യാണം നമ്മൾ നടത്തി. എന്നാ പിന്നെ വേറൊരു ചോദ്യം, നമ്മൾ എത്ര പ്രാവശ്യം ഇറങ്ങി ഓടിയിട്ടുണ്ട് വീട്ടിൽ നിന്ന് ഇറങ്ങി ഓടിയതാ? എടി, കഴിഞ്ഞ മഴക്കാലത്തല്ലേ വീട്ടിൽ വെള്ളം കയറിയിട്ട് നമ്മളെല്ലാം ഇട്ടെറിഞ്ഞ് അവിടെ നിന്ന് ഓടിപ്പോകുന്നത്. അപ്പോൾ നീ പറഞ്ഞു ബ്രഹ്മപുരത്ത് അമ്മായിയുടെ വീടുണ്ട്, പൊക്ക സ്ഥലമാണ്, ഒരു കുഴപ്പമില്ലെന്ന് പറഞ്ഞ് നമ്മൾ അങ്ങോട്ട് പോയി. അന്ന് അവിടെ ചെന്ന് തുടങ്ങിയുള്ള സ്മെല്ലിൻ്റെ കാര്യം പറയണ്ട. അവസാനം അതിന് തീയും പിടിച്ച് അവിടെ നിന്ന് ഇറങ്ങി ഓടി. അപ്പോൾ അങ്ങനെ 2ാമത്തെ പ്രാവശ്യം നമ്മൾ വീട് വിട്ടോടുന്നു. എന്തിന് ഇതൊക്കെ എന്നോട് ചോദിക്കണം? നമുക്ക് രണ്ടുപേർക്ക് അറിയാവുന്ന കാര്യമല്ലേ? അറിയാവുന്ന കാര്യമാണ്. എന്നാലും മന്ത്രിയുടെ മുമ്പിൽ ചെന്നിട്ടേ ബെബെ അടിക്കാൻ പാടില്ലല്ലോ. അടിക്കാൻ പാടില്ല. ഞാൻ പറഞ്ഞോളാം കേട്ടോ. നീ നിന്റെ ആക്ടിങ് അങ്ങ് ശരിയാക്കിയാൽ മതി. ഞാൻ ഈ വേസ്റ്റ് എവിടെയെങ്കിലും കളയട്ടെ. ചേട്ടൻ വേസ്റ്റ് അങ്ങനെ വലിച്ചെറിയാൻ പാടില്ല. ആര് വലിച്ചെറിയുന്നു? നമ്മളിങ്ങനെ നടന്നു പോകുമ്പോൾ അവിടെ നിന്ന് ആരെങ്കിലും മണ്ണോട് നോക്കുന്നുണ്ട്. ഇവിടെ ഇങ്ങനെ വെച്ചിട്ട് ആരും അറിയാതല്ലോ. നിങ്ങളുടെ വേറെ കാര്യം പറയാ. അതെ, നിങ്ങളെ പോലെയുള്ളവരെ ഈ സാമൂഹ്യ ദ്രോഹികൾ. നീ മിണ്ടാരും ആരും കണ്ടില്ല. പിന്നെ ഇപ്പൊ അതിന്റെ പുറത്ത് അവിടെ ഇരിക്കട്ടെ. അത് അങ്ങനെ നോക്കണ്ട, അത് നമ്മുടെ അല്ല. പിന്നെ ഈ മന്ത്രിനെ കണ്ടു കഴിഞ്ഞ് നമ്മുടെ സങ്കടമൊക്കെ പറഞ്ഞു കഴിയുമ്പോഴേ, നമുക്ക് വീടൊക്കെ പോയെന്ന് പറയുമ്പോഴേ, മന്ത്രി ചിലപ്പോൾ നമുക്ക് ഫ്ലാറ്റ് തരുമായിരിക്കും അല്ലേ? എനിക്കൊരു PSC എഴുതിയ എൻ്റെ ഒരു ജോലി കിട്ടിയാൽ മതിയായിരുന്നു. സർക്കാർ ജോലിയാ? നിനക്ക് സർക്കാർ ജോലി കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഞാനെന്ത് ചെയ്യോടി? ചേട്ടനൊന്നും ചെയ്യുന്ന പോലെ 2 പെഗ് അടിച്ച് TV കണ്ടവിടെ ഇരിക്കണം. ഞാൻ ജോലിക്ക് പോവും. നീ ജോലിക്ക് പോവും, ഞാൻ 2 പെഗ് അടിച്ച് വീട്ടിലിരിക്കണം. നന്ദി വേണോടി, നന്ദി. ഇത്ര നാളെ ഞാൻ അടിച്ച കുപ്പി പെറുക്കി വിട്ടിട്ടില്ലേ നീ പൊട്ടും മാലയും വളയൊക്കെ മേടിച്ചത്? അപ്പം എനിക്കൊരു വിലയില്ലല്ലേ? കിടിക്കലേ വാ. ഇവിടെ നിന്നാ ബസ് കിട്ടുമെന്നോ നമുക്ക് ഓട്ടോ കിട്ടുമെന്നൊക്കെ വാ. സാർ നമസ്കാരം. പ്രണാമം. നമസ്കാരം സാറേ. ഞാൻ വലിയൊരു സൗന്ദര്യ ആരാധകനാണ്. ഒരു സുന്ദരനെയും ഒരു സുന്ദരിയെയും കണ്ടതിൻ്റെ അതിയായ സന്തോഷത്തിലാണ്. എന്തൊക്കെയാണ് നിങ്ങളുടെ സന്തോഷ വാർത്തകൾ? പറയൂ, കേൾക്കട്ടെ. സന്തോഷ വാർത്തയൊന്നുമല്ല സാർ, ദുഃഖ വാർത്തയാണ്. അങ്ങനൊരവസ്ഥയിൽ ഇത് നമ്മുടെ മനസ്സിൻ്റെ തോന്നലുകളാണ്. നമുക്ക് എന്തിനേയും നമ്മൾ മനസ്സിൽ ഫീൽ ചെയ്യുന്നത് പോലെ ഇരിക്കും. ഞാൻ എല്ലാ കാര്യങ്ങളും പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുന്ന ആളാണ്. അതുകൊണ്ട് എനിക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് ചില കാര്യങ്ങളെ ദുഃഖമുള്ള കാര്യങ്ങളായിട്ട് തോന്നുന്നതാണ്. അത് മനസ്സിൻ്റെ ഒരു അവസ്ഥയാണ് ഇത്. ശരിക്കും പറഞ്ഞാൽ അങ്ങനെ തോന്നലാണത്. ഞങ്ങളെ ഈ സാറേ, ഞങ്ങൾ ഈ കൊച്ചിയിൽ ബ്രഹ്മപുരത്ത് മറ്റേ മാലിന്യ പ്ലാന്റ് ഇല്ലേ, അതിൻ്റെ പരിസരത്താണ് താമസിക്കുന്നേ. നിങ്ങളുടെ ആവേശത്തോടുള്ള വരവ് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഇടുക്കിയിലെ പോത്തുപാറ എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്നായിരിക്കുമെന്ന്. സാറിൻ്റെ നാടാണല്ലേ? അല്ല, എൻ്റെ കാഞ്ഞിരപ്പള്ളി. ഇറ്റ് ഈസ് എ ബ്യൂട്ടിഫുൾ പ്ലേസ്. വളരെ മനോഹരമായ സ്ഥലമാണ്.
അവിടെ ഭയങ്കര തീയും പുകയൊക്കെ സാറേ. ശ്വാസം മുട്ടൽ, പിന്നെ ഈച്ച, കൊതുക് ശല്യം ഒട്ട് സഹിക്കാൻ പറ്റത്തില്ല. ഞങ്ങൾ എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷിക്കണം സാറേ. നിങ്ങളെ ഈ ലോകത്ത് രക്ഷിക്കാൻ കഴിവുള്ള ഒരേ ഒരാൾ ഞാൻ മാത്രമാണ്. വേണമെങ്കിൽ 1-2 തവണ നിങ്ങളെ രക്ഷിക്കാം. ഇനി അതും പോരാ എങ്കിൽ അത്യാവശ്യമാണെങ്കിൽ 1 തവണ കൂടി ഞാൻ രക്ഷിക്കും. അതെ സാറേ, വാവെടുത്ത് കഴിഞ്ഞാലേ കിടത്തു ഇറക്കൂല. ഈ വലിയോട് വലിയാണ്. എനിക്കാണെങ്കിൽ ചൊറിച്ചിലാണ്. ഭാര്യയും ഭർത്താവും അടുത്തടുത്തിരിക്കുമ്പോഴാണോ ഈ ചൊറിച്ചിൽ കൂടുതലായിട്ട് അനുഭവപ്പെടുന്നത്? അതാ വീട്ടിൽ വരുമ്പോഴാണ് അല്ലേ? വീട്ടിൽ വരുമ്പോഴാണ്. അത് ഈ പോപ്പുലേഷൻ വളരെയധികം ജനറേറ്റ് ചെയ്യുന്നതിന് പിന്നിൽ നമ്മുടെ ഈ തൊഴിലില്ലായ്മ വളരെയധികം സ്വാധീനിക്കാറുണ്ട്. അപ്പോൾ അത് ഒരു ഘടകമാകാം ഒരു പക്ഷേ ഈ ചൊറിച്ചിലിൻ്റെ പിന്നിൽ. പിന്നെ ഒരു മാർഗമുണ്ട്. അത് ഈ കൃത്രിമ ശ്വാസം കൊടുക്കുക എന്നുള്ളതാണ്. വേണ്ട, അത് വേണ്ട. അതിൻ്റെ മെത്തേഡ് വളരെയധികം നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. അതിൻ്റെ പോപ്പുലേഷൻ വർദ്ധിക്കും. വേണ്ട, അത് വേണ്ട. ഈ ശ്വാസം മുട്ടിന് ഇൻഹേലർ ബെസ്റ്റാണ്, നല്ലൊരു മെഡിസിനാണ്. അതുപോലെ തന്നെ ഈ ഈച്ച കൊതുകിൻ്റെ ശല്യം അല്ലേ, അതിന് ഇതുപോലെയുള്ള ബാറ്റ് മേടിച്ചിട്ട് ഇങ്ങനെ വീശിയാൽ മതി. ഇത് ചില കമ്പനികളുടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 ദിവസം വരെ ബാറ്ററി ചാർജ് നിൽക്കാൻ സാധ്യതയുണ്ട്. നല്ല കമ്പനികൾ നോക്കി മേടിക്കണം. മാത്രവുമല്ല, വേറൊരു സോൾവേഷൻ എന്ന് പറഞ്ഞാൽ രാത്രി കുളിച്ചതിന് ശേഷം നിങ്ങൾ കിടക്കുന്നതിന് മുൻപായിട്ടൊരു ഓയിൻമെൻ്റ് ഉണ്ട്. അത് മേടിച്ച് ദേഹത്ത് നന്നായിട്ട് പുരട്ടി കഴിഞ്ഞാൽ ഈ കൊതുക് ഈച്ച ശല്യങ്ങളൊന്നും ഉണ്ടാവില്ല. വളരെ ബെസ്റ്റാണ്. നമ്മളത് ത്വക്കിൻ്റെ ഡോക്ടറെ കാണാമെന്നാണോ സാറേ? ഇപ്പോൾ ഈ ഞങ്ങൾക്ക് അവിടെ കയറി കിടക്കാൻ പറ്റുന്നില്ല. അപ്പം ഞങ്ങൾക്ക് ജീവിക്കാനായിട്ടൊരു വീടും അല്ലേ ഒന്ന് പറയുന്നു. ഫ്ലാറ്റായാലും മതി സാർ. എങ്ങനെയെങ്കിലും ഞങ്ങളൊന്ന് രക്ഷിക്കണം. നമുക്ക് ആദ്യം തന്നെ ഞാൻ നിങ്ങളെ അപ്രീഷിയേറ്റ് ചെയ്യുകയാണ്. കാരണം ഇത്രയേറെ ഈ ഒരു മോശമായൊരു കാലാവസ്ഥ, അതിലുപരിയായിട്ട് കോർപ്പറേഷൻ്റെ ഒരു അനാസ്ഥ, ഇതിനെല്ലാം അതിജീവിച്ചുകൊണ്ടുള്ള നിങ്ങളുടെ സഫറിങ് റിയലി ഐ അപ്രീഷിയേറ്റ്. ഈ ജനസംഖ്യയുടെ അനുപാതം ഇങ്ങനെ ഉയർത്തി നിർത്തുന്നതിൽ നിങ്ങളുടെ പങ്ക് വളരെ വലുതാണ്. ഞാനതിനെ ബഹുമാനിക്കുന്നു, നമിക്കുന്നു. ദൈവമാണ്. വളരെ നന്ദിയുണ്ട് സാറേ. ഞങ്ങൾ എന്താ സാറേ ഇനി ചെയ്യേണ്ടത്? എന്താണ്? സോ സിമ്പിൾ. ആധാർ കാർഡിൻ്റെ കോപ്പി, റേഷൻ കാർഡ്, പാസ്ബുക്ക്, ഇതെല്ലാമായിട്ട് നേരെ കൃഷി ഓഫീസിലേക്ക് ചെല്ലുക. അവിടെ ചെന്ന് കഴിയുമ്പോൾ നിങ്ങൾക്ക് വളരെ അനുകൂലമായിട്ടുള്ള ഒരു അനുകൂലമായ മറുപടി ഉണ്ടാവും. 6000 രൂപ വാർഷികമായിട്ട് കിട്ടുന്ന ചൊറിച്ചിൽ കുഴപ്പമില്ലല്ലോ. അത് കുറയ്ക്കാനുള്ള ഈ 6000 രൂപ കിട്ടുമ്പോൾ കുറച്ച് കുറയും. ശരിക്കും നിങ്ങളെപ്പോലുള്ളവർ ജീവിച്ചിരിക്കേണ്ടത് ഈ നാടിൻ്റെ ആവശ്യമാണ്. വോട്ടൊക്കെ ചെയ്യണ്ട നമുക്ക്. പോവാം. പോട്ടെ സാറേ. ഓക്കെ. നിങ്ങളിലേക്ക് വന്നപ്പോൾ ഇത്ര വിഷമം ഉണ്ടായിരുന്നില്ല. 2 വോട്ട് ഉറപ്പിക്കാം. സയൻസിന്റെ ഒരു വളർച്ചയിൽ ചൊവ്വയിലേക്ക് വരെ ആളെ കയറ്റി വിടുന്നു. എന്നിട്ടും ഈ വേസ്റ്റ് എന്ത് ചെയ്യണമെന്ന് ശാസ്ത്രത്തിന് ഇതുവരെ ഒരു പിടിയും കിട്ടിയിട്ടില്ല. നമ്പർ 1 ആണെന്നാ പറച്ചില്. അതിന്റെ ഒരു അഹങ്കാരമൊന്നും ഇല്ല കേട്ടോ. ഫ്ലവേഴ്സും ഫ്ലവേഴ്സ് ഗ്രൂപ്പിലെ വാർത്താ ചാനൽ 24 ഫ്രീ ടെലിവിഷൻ ചാനലുകളാണ്. ലഭിക്കുന്നില്ല എങ്കിൽ ചോദിച്ചു വാങ്ങുക.